ഞാൻ 2004 കേരള മുഖ്യമന്ത്രി സ്ഥാനത്തായി ചോദിച്ചല്ലോ. 21 വർഷമായല്ലോ. അതിനുശേഷം എത്ര ഗവൺമെൻറ് മാറി മാറി വന്നു. ആദ്യം UDF ഗവൺമെൻറ്. UDF ആദ്യം മുതലേ മുത്തങ്ങയിൽ പറ്റില്ല. മുത്തങ്ങ വന്യമൃഗ സങ്കേതം നല്ല പാടാണ്. അതുകൊണ്ട് UDFനെ കുറ്റപ്പെടുത്താൻ സാധ്യമല്ല. അതിനുശേഷമുള്ള 15 വർഷക്കാലം VS അച്യുതാനന്ദൻ്റെയും പിണറായി വിജയൻ്റെയും ഗവൺമെൻറ്റുകളാണ്. അവരുടെ കാലത്ത് അന്ന് വന്യമൃഗ സങ്കേതത്തിൽ കയറിയ ആദിവാസികളെ ഞാൻ ഇറക്കി വിട്ടെങ്കിൽ അതിന് കാരണമുണ്ട്. അന്ന് ആദിവാസികളെ ഇറക്കി വിടണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ട് 3 പ്രാവശ്യം കേന്ദ്രത്തിൽ നിന്നും എൻവയോൺമെൻറ്റ് മിനിസ്ട്രി കത്ത് കേരള ഗവൺമെൻറ്റിന്. തെറ്റാണ് നിങ്ങൾ കാണിക്കുന്നത്. നാഷണൽ വൈൽഡ് ലൈഫ് സാങ്ച്വറിയിൽ ഈ കയ്യേറ്റം അനുവദിക്കാൻ പാടില്ല. അവരുടെ താക്കീത് കൂടി വന്നതിന് ശേഷമാണ് ആക്ഷൻ ഉണ്ടായത്. അതിനെല്ലാം കുറിച്ച് CBI അന്വേഷണം വന്നു. ആ റിപ്പോർട്ട് ഗവൺമെൻറ് കയ്യിലുണ്ട്. അതൊന്നും പ്രസിദ്ധീകരിക്കാൻ പാടില്ല. ഞാൻ മുഖ്യമന്ത്രി സ്ഥാനത്ത് പോയിട്ട് 21 വർഷമായി. പിന്നെ മിക്കവാറും ദേശീയ രാഷ്ട്രീയത്തിലായിരുന്നു. മടങ്ങി ഇവിടെ വന്നെങ്കിലും ഞാനിപ്പോൾ ആക്റ്റീവല്ല, റിട്ടയറല്ല. ആക്റ്റീവല്ല, റിട്ടയറുമല്ല. റിട്ടയർ ചെയ്യാൻ പറഞ്ഞ റിട്ടയർ ചെയ്തിട്ടില്ല. കാരണം ഭരിക്കുന്നത് കോൺഗ്രസ്സുകാരനായിട്ട് ഭരിക്കണം. ഈ 21 വർഷത്തിനിടയിൽ ഏതെങ്കിലും ഗവൺമെൻറ് മുത്തങ്ങയിൽ എൻ്റെ ഗവൺമെൻറ് ആദിവാസികളെ ഇറക്കിയത് തെറ്റാണെങ്കിൽ എന്ന് വിശ്വസിക്കുന്ന ഏതെങ്കിലും ഗവൺമെൻറ് അവിടെ വീണ്ടും ആദിവാസികളെ താമസിപ്പിക്കാൻ ശ്രമിച്ചിട്ടുണ്ടോ? അവരെ ഭൂമി കൊടുക്കാൻ ശ്രമിച്ചിട്ടുണ്ടോ? കുടിൽ കെട്ടിക്കാൻ ശ്രമിച്ചിട്ടുണ്ടോ? സാധ്യമല്ല. കാരണം അത് നാഷണൽ വൈൽഡ് ലൈഫ് സാങ്ച്വറിയാണ്. ഇല്ലേ വസ്തുത? അത് ഗവൺമെൻറ്റിൻ്റെ ഭാഗം. ഈ അച്യുതാനന്ദൻ ശ്രമിച്ചിട്ടില്ല, നേരെ ശ്രമിച്ചിട്ടില്ല. 15 വർഷത്തിനുള്ളിൽ LDFൻ്റെ ഭരണം അവർ അവിടെ ആദിവാസികളെ പുനരധിവസിപ്പിക്കാനോ കുടിൽ കെട്ടാനോ അനുവദിച്ചിട്ടില്ല. എനിക്ക് മാത്രം പഴി. പക്ഷെ അവർ 15 വർഷം വെച്ചിട്ടും അവർ ആദിവാസികളെ കൊണ്ടുപോയിട്ടില്ല ഇവിടെ. മറ്റൊന്ന്, ഞാൻ മുഖ്യമന്ത്രിയായപ്പോൾ ദേശീയ വൈൽഡ് സാങ്ച്വറിയിൽ കുടിൽ കെട്ടി, അവിടെ കുടിൽ കെട്ടാൻ വയ്യാത്ത കുടി വെട്ടി ആദിവാസികളുണ്ടല്ലോ. ഞാൻ മുഖ്യമന്ത്രി സ്ഥാനത്ത് വന്നതിന് ശേഷം 21 വർഷത്തിനിടയിൽ ഏതെങ്കിലും ആദിവാസി സംഘടന മുത്തങ്ങയിൽ കുടി വെട്ടിയിട്ടുണ്ടോ? ഏതെങ്കിലും ഒരു ആദിവാസി സംഘടന അവിടെ വീണ്ടും ഒരു കുടിൽ കെട്ടൽ സമരമായിട്ട് പോയിട്ടുണ്ടോ? നല്ല സത്യം. ഈ സത്യങ്ങൾ ഇരുന്നിട്ടും 21 വർഷമായിട്ട് പിന്നെയും ഇതിനെ ആവർത്തിക്കുകയാണ്. ഞാനാണെങ്കിൽ ഡൽഹിക്കും പോയി. പിന്നെ കാര്യങ്ങൾ പറയാൻ ആരുമില്ല. ഇന്നലെ ഇത് തന്നെ ആവർത്തിക്കുന്നു. അതുകൊണ്ടാണ് ഞാൻ നിങ്ങളെ ഇത് വിളിച്ച് പറയാൻ കാരണം. ഒന്ന്, നയനാർ നിയമിച്ച ഭാസ്കരൻ നമ്പ്യാർ കമ്മീഷന്റെ റിപ്പോർട്ട് പുറത്തു. എൻ്റെ കാലത്ത് ഉണ്ടായ CBI എൻക്വയറി, അന്ന് വാജ്പേയിയുടെ ഗവൺമെൻറ്റാണ്, കേന്ദ്ര ഗവൺമെൻറ്. ആ CBI എൻക്വയറിയുടെ വിശദാംശങ്ങൾ ജനസമക്ഷം നൽകണം. ഇത് 2 മാത്രമാണ് എൻ്റെ അഭ്യർത്ഥന. മറ്റൊന്നും പറയാനാണ് ഞാൻ വിളിച്ചു കൂട്ടിയത്. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ YouTube ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.